എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഒരാളെന്ന് പറഞ്ഞാൽ ഒരാളെയും, പ്രത്യേകിച്ച് യൂട്യൂബർമാരെ. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ എടുത്തിടുന്ന മിക്ക യൂട്യൂബർമാരും അവർക്ക് റീച്ച് കിട്ടാൻ പാകത്തിന് എന്തൊക്കെയോ കോപ്പ് കൂട്ടി ആണ് അവർ വീഡിയോസ് ഇടുന്നത്. അത് കാണുന്ന കുറച്ച് ആൾക്കാർ അതങ്ങോട്ട് കണ്ണുടച്ച് വിശ്വസിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു വൻ തട്ടിപ്പിൻ്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ വയനാട്ടിലൊരു നാസർ എന്ന് പറഞ്ഞൊരു ഇക്കയുണ്ട്. ഇക്ക ജപ്തിയും കടബാധ്യതകളും രോഗദുരിതങ്ങളും ഒക്കെ കാരണം ഉള്ള വീടങ്ങൾ വിൽക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ വീട് വിൽക്കുന്നതിന് പകരം അദ്ദേഹത്തിന് കുറച്ച് പേര് ഒന്ന് മോട്ടിവേഷൻ നടത്തിയിട്ട് പറഞ്ഞു, ഒരു ലോട്ടറി അടിച്ചെടുക്കാം. ഒരു ലോട്ടറിക്ക് 1000 രൂപ എന്നുള്ള രീതിയിൽ ലോട്ടറി നമുക്ക് അടിച്ചിറക്കിയിട്ട് ആർക്ക് നറുക്ക് വീഴുന്നോ അവർക്ക് നമുക്ക് വീട് കൊടുക്കാം. എങ്ങനെയുണ്ട് പ്ലാൻ? അതുപോലെ തന്നെ നാസർക്ക് അതിന് സമ്മതിച്ചു. അപ്പോൾ യൂട്യൂബിൽ വന്ന് വളരെ പ്രശസ്തരായ ഇട്ടുമൂടാൻ മാസത്തിൽ കോടികൾ വരുമാനം കിട്ടുന്ന യൂട്യൂബർമാർ വരെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചു. ഇതുപോലെ നാസർക്ക വളരെ കടബാധ്യതയിലാണ്. അദ്ദേഹത്തിന് കുറേയേറെ രോഗങ്ങളുണ്ട്, അതിന് ചികിത്സ സഹായങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു വലിയ വീടാട്ടോ, വൻപൻ വീട്, ആ വീട് വിൽക്കാൻ പോവുകയാണ്. പകരം വിൽക്കാതെയല്ല, ലോട്ടറി അടിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ വീട് അദ്ദേഹം നൽകും. ഒരു ലോട്ടറിക്ക് 1000 രൂപയാണ് വില. അപ്പോൾ ഇതേപോലെ നമ്മുടെ KL ബ്രോ അവരടക്കം, പിന്നെ പാണ്ടിക്കാട് കുഞ്ഞൻ, അദ്ദേഹമാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആൾ. ഇങ്ങനെ കുറേ പേര് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ച് സംഭവം വൈറലായി. ആൾക്കാരൊക്കെ ലോട്ടറി എടുത്തു, കുറേ ആളുകൾ ലോട്ടറി എടുത്തു. പ്രത്യേകിച്ചും വയനാടൻ പ്രദേശങ്ങളിലുള്ള ആ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ കുറേ പേര് ലോട്ടറി എടുത്തു. അതായത് ഏതാണ്ട് ഒരു 9000 രൂപയുടെ 9000 നറുക്ക് ലോട്ടറി സെയിലായി. 9000, ഒരു ലോട്ടറിക്ക് 1000 രൂപ. അങ്ങനെ ലോട്ടറിയെല്ലാം സെയിലായി. അപ്പോൾ ഇതിൻ്റെ ആസൂത്രണവും പദ്ധതിയും കാര്യങ്ങളൊക്കെ, ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ വയനാട്ടിൽ നിന്നും കൂർഗിലേക്ക്, കർണാടകത്തിലേക്ക്, ഈ ബിജുവിൻ്റെ വൈഫിൻ്റെ വീട് കർണാടകയിലാണ്. അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട് അവിടുന്ന്. അപ്പോൾ നേരെ ഈ സംഭവം അങ്ങോട്ട് കർണാടകത്തിലേക്ക് കൊടുത്തു. കർണാടകയിലെ കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ സംഭവങ്ങളെല്ലാം അവിടെയാണ്. അതിൻ്റെ സെറ്റിൽമെൻറ്റ് സംഭവങ്ങളെല്ലാം അവിടെയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം നറുക്കെടുത്തു. അയ്യോ, ഇതുണ്ടാക്കിയ ഒരു കോലാഹലം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. യൂട്യൂബ് തുറന്നാൽ ഇപ്പോൾ ഇതാ കാണാനുള്ളൂ. കാരണം ഇതിൻ്റെ നറുക്കെടുപ്പ് സമയത്ത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന യൂട്യൂബർ ആയിരുന്നു ഇതിൻ്റെ മെയിൻ സാരഥി. നാസർക്ക കഴിഞ്ഞാൽ ഇദ്ദേഹം. അങ്ങനെ വലിയൊരു ചില്ല് ബോക്സ്, ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ലോട്ടറികളാണ് അതിൻ്റെ കടക്കുറ്റികൾ നിറഞ്ഞിരിക്കുക. അങ്ങനെ കുറേ അധികം ആൾക്കാർ ഇതിന് ഈ ബോക്സിന് ചുറ്റും അപ്പോൾ നറുക്കെടുക്കുകയാണ്. ഫസ്റ്റ് നറുക്കെടുക്കുന്നത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. അവിടം തൊട്ടാണ് ക്ലൈമാക്സ്. അതായത് ഈ നിറയെ കിടക്കുന്ന ആ ലോട്ടറിയുടെ കടക്കുറ്റികളിൽ നിന്നും ഇങ്ങനെ തോണ്ടി മാന്തി കുറേയൊക്കെ ഇളക്കി, എന്നിട്ട് നറുക്കെടുക്കട്ടെ എന്ന് ചോദിക്കും. അവസാനം എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ ഒരു 3/4 ഭാഗത്തോളം ഈ ബോക്സിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് ഇത്തിരി നേരം അവിടെ ഒരു പണിയൊക്കെ പണിതിട്ട്
ആ ഉദ്ദേശിച്ച ആ നറുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം എടുത്തിട്ട് റിസൾട്ട് വായിച്ചു. നാസർക്കയുടെ മകൻ്റെ കൂട്ടുകാരൻ. പ്ലാനിങ് ആണത്. വീട് പോകാൻ പാടില്ലേ? 1000 രൂപയ്ക്ക് നറുക്കിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ആ നറുക്ക് വീണ്, ആർക്കെങ്കിലും നറുക്ക് വീണ് ആ വീട് പോയാൽ പോയില്ലേ? സ്വപ്ന സൗധമാണ്. അതുകൊണ്ട് കൂട്ടുകാരൻ്റെ പേര് അതൊക്കെ അവർ പ്ലാനിങ് ആണ്. മകൻ്റെ കൂട്ടുകാരനാണ്. അതൊരു സ്വർണ്ണക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടാവാം, നിൻ്റെ പേര് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. അങ്ങനെ ആ ബോക്സിൻ്റെ ഏറ്റടിയിലായിട്ട് ഒട്ടിച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കൈയിട്ട് വളരെ വിഷമിച്ചിട്ട് ഈ സംഭവം എടുത്തു. അപ്പോൾ വീട് നാസർക്കയുടെ മകൻ്റെ കൂട്ടുകാരന്. 2ാം സമ്മാനം ഒരു കാറാണ്. അപ്പോൾ അത് അടുത്ത ആളെ, ആ കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ, ഇവരെല്ലാവരും ഈ പ്ലാനിങ്ങിൽ ഉള്ള ആളുകളാണ്. ഇവരൊക്കെ ഒരു കെട്ടാണ്. അപ്പോൾ അടുത്ത ആൾ വന്നു. ഇവിടെ നിൽക്കുന്ന ആൾ വട്ടം കറങ്ങി ഇവിടെ വന്നാലാണ് ആ പൊസിഷൻ കിട്ടുള്ളൂ. അവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ സുഹൃത്ത്. അങ്ങനെയാണ് ബാക്കിയെല്ലാം. ആ വീട്, ഒരു കാറ്, 2 2 വീലർ, 2 ഗോൾഡ് കോയിൻ. ഇതിപ്പോൾ ഭയങ്കര സംസാര വിഷയമായിക്കൊണ്ടിരിക്കുക. ഈ കർണാടകയിലാണ്, കൂർഗിലാണ് എങ്കിൽ പോലും ഇതിൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് മുഴുവനും മലയാളികളാണ്. അപ്പോൾ അവർ ഒരു നറുക്കല്ല, പല ലോട്ടറിയിലെടുത്ത ആൾക്കാരുണ്ട്. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇനി ഒരു കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള പദ്ധതിയാണ്. ഈ KL ബ്രോയ്ക്കൊക്കെ എന്തിൻ്റെ കേടാ? ഇതിൽ നിന്ന് കിട്ടുന്ന ഈ പ്രൊമോഷൻ നടത്തിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് വേണോ അവർക്ക് ജീവിക്കാൻ? മനുഷ്യരുടെ അത്യാഗ്രഹം എത്ര കിട്ടിയാലും പോരാ. ശതമാകിൽ സഹസ്രം മതിയെന്നും. ഇതൊക്കെ അന്നേ എഴുതി വച്ചിരിക്കുന്നതേ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊരു വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മലയാളികൾ ഒന്ന് ഉണർന്ന് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊക്കെ ചെന്ന് പെടാതെ. ഓൺലൈനിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്തോരം ആൾക്കാർക്ക് അബദ്ധം പറ്റിയിരിക്കുന്നല്ലേ? സ്വർണം വരെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.